സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടരുകയാണ്. NDA സ്ഥാനാർത്ഥി വി മുരളീധരനും LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കും പ്രകടനമായാണ് പത്രികാ സമർപ്പണത്തിനെത്തിയത്. C രവീന്ദ്രനാഥ്, MK രാഘവൻ, V വസീഫ്, ഡോക്ടർ അബ്ദുൽ സലാം എന്നിവരും ഇന്ന് പത്രിക നൽകും. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്, അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്നും. ആദ്യം ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു ഡോക്ടർ തോമസ് ഐസക് വലിയ പ്രകടനമായി തന്നെ പത്രികാ സമർപ്പണത്തിനായി എത്തുന്നു. ഇത് രാഷ്ട്രീയ പാർട്ടികളെ, മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഈ പത്രികാ സമർപ്പണത്തിനുള്ള ഒരു പോക്ക് തന്നെ അവരുടെ ഒരു ശക്തി പ്രകടനത്തിന്റെ ഭാഗം കൂടിയാകുന്നുവല്ലേ? തീർച്ചയായും സ്മിത സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി കൊടികളും ഒക്കെ എന്തിയാണ് തുറന്ന വാഹനത്തിൽ ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക് പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി എത്തിയത്. മന്ത്രി വീണ ജോർജ്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, റാന്നി MLA പ്രമോദ് നാരായണൻ, കോന്നി MLA ജനീഷ് കുമാർ, തിരുവല്ല MLA മാത്യു ടി തോമസ് അടക്കമുള്ള മുഴുവൻ ആളുകളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ചോദിച്ചിരുന്നു. എന്താണ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രചരണായുധമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വിവാദം തന്നെയാണ് തൻ്റെ പ്രചരണായുധം. കിഫ്ബി തന്നെ വിജയിപ്പിക്കുമെന്നാണ് അല്പസമയം മുൻപ് ഡോക്ടർ തോമസ് ഐസക് പ്രതികരിച്ചിരിക്കുന്നത്. ED നീക്കങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് രാഷ്ട്രീയ പ്രതികരണം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എന്തായാലും പത്രിക സമർപ്പണം ചടങ്ങ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അവിടെ മറ്റ് എഴുത്തുകുത്തുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി VN വാസവൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 3 സെറ്റ് പത്രികയാണ് ഡോക്ടർ TM തോമസ് ഐസക് ഇന്ന് സമർപ്പിച്ചത്. എന്തായാലും കുടുംബശ്രീ പ്രവർത്തകരാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായി അദ്ദേഹം തന്നെ പലപ്പോഴും പറയുന്ന കുടുംബശ്രീ പ്രവർത്തകരാണ് അദ്ദേഹത്തിന് കെട്ടിവെക്കാനുള്ള തുക നൽകിയിട്ടുള്ളത്. എന്തായാലും വലിയ ശക്തി പ്രകടനം ഇടതുപക്ഷത്തിന് കാണിക്കാൻ കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ UDFൻ്റെയും NDAയുടെയും സ്ഥാനാർത്ഥികളെയും പത്രികാ സമർപ്പണം ഉണ്ടാകും. എന്തായാലും തെരഞ്ഞെടുപ്പ് പോരാട്ടം കനക്കുന്ന സമയത്ത് ആദ്യ പത്രിക പത്തനംതിട്ടയിൽ നൽകിയിരിക്കുന്നത് ഡോക്ടർ TM തോമസ് ഐസക്കാണ്, ഇടത് സ്ഥാനാർത്ഥി. വലിയ പ്രകടനമായി ആളുകളുടെയൊക്കെ അകമ്പടിയോടുകൂടിയാണ് ഇങ്ങോട്ട് എത്തിച്ചേർന്നത്. പത്രികാ സമർപ്പണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. 3 സെറ്റ് പത്രികകളാണ് സമർപ്പിച്ചത്. കുടുംബശ്രീ പ്രവർത്തകരാണ് അദ്ദേഹത്തിന് കെട്ടിവെക്കാനുള്ള പണം നൽകിയത്. സ്മിത, പ്രമുഖ നേതാക്കളെല്ലാം തന്നെ, സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇന്ന് പത്രികാ സമർപ്പണത്തിന് എത്തുന്നു. പ്രകടനമായാണ് പത്രികാ സമർപ്പണത്തിനെത്തുന്നത്. ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥി വി മുരളീധരനും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയ അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അലക്സ്, വിവരങ്ങൾ എന്തെല്ലാമാണ്? സ്മിത, ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ അല്പം മുതൽ കളക്ടറേറ്റിലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കൂടിയായ C പ്രേംജി അദ്ദേഹത്തിന് മുമ്പാകെയാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. NDA നേതാക്കൾ, BJPയുടെ മുതിർന്ന നേതാക്കളൊക്കെ വി മുരളീധരനൊപ്പമുണ്ട്. PK കൃഷ്ണദാസ്, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, SR മജി തുടങ്ങി NDA നേതാക്കൾ കൂടെ അദ്ദേഹത്തോടൊപ്പം ഇവിടേക്ക് എത്തി. നമ്മൾ കണ്ടതാണ് ഈ കുടപ്പനക്കുന്ന് സ്കൂൾ ജംഗ്ഷനിൽ നിന്ന് BJP പ്രവർത്തകരുടെ വലിയ പ്രകടനത്തിന്റെ അകമ്പടിയോടെ, BJP NDA പ്രവർത്തകരുടെ വലിയ പ്രകടനത്തിന്റെ അകമ്പടിയോടെയാണ് വി മുരളീധരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയത്. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക നൽകിയത് ഉക്രൈനിൽ നിന്ന് മടങ്ങിയെത്തിയ, അതായത് യുദ്ധഭൂമിയിൽ നിന്നും മടങ്ങിയെത്തിയ വിദ്യാർത്ഥികളാണ്. അത് കഴിഞ്ഞ ദിവസമാണ് ആ തുക അദ്ദേഹത്തിന് നൽകിയത്. അത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്നായി അദ്ദേഹം ഇന്നലെ തന്നെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. അത്തരത്തിൽ വന്ന മെഡിക്കൽ വിദ്യാർത്ഥികളാണ് വി മുരളീധരന് തന്റെ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക കൈമാറിയതെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഒരു പൊളിറ്റിക്കൽ ഒരു ആംഗിൾ ഉണ്ട് ആറ്റിങ്ങലിനെ സംബന്ധിച്ച്. കാരണം 2014 ഏതാണ്ട് ഒരു 90,000-അടുത്ത് വോട്ട് മാത്രം ഉണ്ടായിരുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആ വോട്ട് ശതമാനം ഉയർത്തിയത് അന്നത്തെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ്. 2.5 ലക്ഷത്തോളമാക്കി വോട്ട് ശതമാനം ഉയർത്തിയതിനു ശേഷമാണ് ആറ്റിങ്ങൽ അത് BJPയുടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ മത്സരം A+ കാറ്റഗറി മണ്ഡലങ്ങളിലൊന്നായി BJP കണക്കുകൂട്ടുന്നത്. അങ്ങനെയാണ് ആറ്റിങ്ങൽ, അങ്ങനെയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരനെ തന്നെ BJP രംഗത്തിറക്കുന്നതും. അത്തരത്തിലൊരു ശക്തമായ മത്സരം കാഴ്ചവെക്കാം എന്നുള്ള ഉറപ്പിന്മേലാണ്. അതിന്റെ മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. ഒരു ത്രികോണ മത്സരത്തിന്റെ സ്വഭാവം പ്രതീതി ആറ്റിങ്ങലിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വലിയ തോതിൽ പ്രചരണം 3 മുന്നണികളും ഒരുപോലെ നടത്തുന്ന ഒരു മണ്ഡലമായി ആറ്റിങ്ങൽ മാറി. നേരത്തെയൊക്കെ ഈ തലസ്ഥാന മണ്ഡലം എന്ന നിലയ്ക്ക് തിരുവനന്തപുരത്തിനുണ്ടായിരുന്ന ഒരു പ്രാധാന്യം അത് ആറ്റിങ്ങൽ കൂടി കൈവരിക്കുന്നു എന്നുള്ളതാണ് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. നമുക്ക് ചാലക്കുടിയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ചാലക്കുടി മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട്. അശ്വിൻ, മന്ത്രി P രാജീവിനെയും കൂടെ കാണാം. മറ്റു നേതാക്കൾ ആരെല്ലാം ഉണ്ട്? യഥാർത്ഥമായി വിശ്വാസവും പുലർത്തുന്നു. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും മന്ത്രി P രാജീവ്, ഒപ്പം CPM ജില്ലാ സെക്രട്ടറി CN മോഹനൻ ാണ് C രവീന്ദ്രനാഥ് എറണാകുളം
കളക്ടറേറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ADM ആശാ സി എബ്രഹാമിന് മുന്നിലാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നത്. CPM-ന്റെ തൃക്കാക്കര ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണം എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഏറെ പ്രത്യേക കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ഏറ്റവും UDF LDF സ്ഥാനാർത്ഥികൾ തമ്മിൽ ശക്തമായ പോരാട്ടം. അവിടെ 2020 സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നുണ്ട് ചാലക്കുടി മണ്ഡലത്തിൽ. BDJS ആണ് NDA സ്ഥാനാർത്ഥി. ഇന്നിപ്പോൾ ചാലക്കുടി മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഭരണാധികാരിക്ക് മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. വിവിധ ജില്ലകളിൽ വിവിധ മണ്ഡലങ്ങളിൽ പ്രമുഖ നേതാക്കൾ സ്ഥാനാർത്ഥികൾ ഒരുമിച്ചെത്തി ഒന്നായെത്തി പ്രകടനമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തിയത്. ശ്രീജിത്ത് ശ്രീകുമാരനും പത്തനംതിട്ടയിൽ നിന്ന് വീണ്ടും ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ വളരെ കുറച്ച് ദിവസങ്ങളാണ്. ഇനിയിപ്പോൾ ഇന്നലെ അവധി ദിവസമായിരുന്നു, നാളെ ഈസ്റ്ററിൻ്റെ അവധി ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇന്ന് കൂടുതൽ പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥികളുടെ ഒരു പ്രതികരണങ്ങൾ ഏത് രീതിയിലാണ് വരുന്നത്? വലിയ ചൂടിലാണ്, തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുന്നു. തീർച്ചയായും സ്മിത, നമുക്ക് തോമസ് ഐസക്കിന്റെ ഒരു പ്രതികരണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തേടേണ്ടതുണ്ട്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം ഇതാ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് എന്താണോ ഏറ്റവും ഒരു പ്രചരണായുധമല്ല. സാധാരണഗതിയിൽ ഒരു മണ്ഡലത്തിൽ പുതിയ സ്ഥാനാർത്ഥി വന്നാൽ ഞാൻ ചെയ്ത കാര്യങ്ങളെന്ന് പറയാനുണ്ടാവില്ലല്ലോ. എന്നാൽ ഇവിടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കയ്യൊപ്പില്ലാത്ത ഒരു പഞ്ചായത്ത് പോലും ഉണ്ടാവില്ല. എന്തെല്ലാം വിസ്മയകരമായ കാര്യങ്ങളാണ് നടന്നത്. അതുകൊണ്ട് അവയെക്കുറിച്ച് പറയാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഡോക്ടർ തോമസ് ഐസക്.